കണ്ടില്ലേ ഇവിടുത്തെ അവസ്ഥ? ഈ വെള്ളത്തിൻ്റെ കുഴിയിലാണ് നമുക്ക് കൊണ്ടുപോയിട്ട് റബ്ബിഷ് നിർത്താനുള്ളത്. അപ്പോൾ റോഡ് കുറച്ചും കൂടി ഹൈറ്റായി കിട്ടുമ്പോൾ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കില്ല, ഈസി ആയിട്ട് പോവുകയും ചെയ്യാം വരും ചെയ്യാം. ഇതിപ്പോൾ കാറുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കുകയുള്ളൂ. കഷ്ടമാണ്. ഈശ്വര ചുമൻ്റെ മുകളിലോ എന്താ കഥ? ഡോറ് അതാരാ? അതാരാ? ആ അത് വാവാ, അത് വാവല്ലേ. പിന്നെ ഇതെന്തത്? ജനല. ചെമ്മീൻ മസാല അമ്മ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്. ഞാൻ അവിടെ വീട്ടിൽ പോകുമ്പോൾ കഴിക്കാറുള്ള സാധനമാണ്. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. എന്താ അവിടെ കിടന്നിങ്ങനെ ഒച്ചട്ടിരിക്കുന്നത്? എന്തിന്? അല്ലേടാ ബലൂണ് വെച്ചിട്ട് കളിക്കുന്നത്? ഇന്നലെ കടന്നുറങ്ങിയപ്പോൾ ഒരുപാട് വഴുകിപ്പോയി. 1:30 മണി എന്തോ ആയിട്ടുണ്ട്. ഒരുപാട് വഴുകിപ്പോയി ഇന്ന് എണീക്കാൻ നേരത്ത്. 7:30 ആയി. ആ നേരത്തുണ്ട് വാവക്കുട്ടി വന്നിട്ട് ബലൂണ് കാണിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചുണർത്തി. അവസാനം എന്തുണ്ടായി? ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല. ഈ മുതൽ വിളിച്ചുണർത്തി സന്ധി വാവ. അച്ഛനെ ഉറക്കം കൊളാക്കിയില്ലേ? അച്ഛനെ ഉറങ്ങാൻ സമ്മതിച്ചോ? പറ. എടാ നീ ഞാൻ കടന്നുറങ്ങിയായിരുന്നു, അവള് വന്ന് എന്നെ ഉണർത്തി ഉറക്കം കൊളാക്കി. എല്ലാരും പറഞ്ഞു അപ്പൊ വിളിക്കണ്ടെന്ന് അച്ഛനും പറഞ്ഞു. വിളിച്ചു. ഞാൻ മിഡ് നൈറ്റ് കഴിഞ്ഞിട്ടാണ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കടന്നുറങ്ങിയതേ. ആയിക്കോട്ടെ, ഇപ്പൊ നീട്ടാൻ കാരണം എന്താ? ഇപ്പൊ വേഗം പണിയാവൂലോ. ചെമ്മീൻ എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ ഇപ്പൊ വാങ്ങിച്ചിട്ട് വരും. കണ്ടില്ലേ ഇവിടുത്തെ അവസ്ഥ? ഈ വെള്ളത്തിൻ്റെ കുഴിയിലാണ് നമുക്ക് കൊണ്ടുപോയിട്ട് റബ്ബിഷ് നിർത്താനുള്ളത്. അപ്പോൾ റോഡ് കുറച്ചും കൂടി ഹൈറ്റായി കിട്ടുമ്പോൾ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കില്ല, ഈസി ആയിട്ട് പോവുകയും ചെയ്യാം വരും ചെയ്യാം. ഇതിപ്പോൾ കാറുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കുകയുള്ളൂ. മൂപ്പരെ അവിടെ പോയിട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ 200 രൂപ അതിന്മേലെ കുടിയാണ് സാർ. അപ്പോൾ സാർ ഒരു 1200 രൂപ ഡിസ്കൗണ്ട് ആക്കി. ഇതുകൊണ്ട് ഇവിടെയാണ് റബ്ബിഷ് ഇറക്കാനുള്ള പ്ലാന്. ഇതെന്താ കാണിക്കണേ? ആ കുട്ടീനെ കക്കൂസിലിരുത്തി സംഭവം വർക്കാവുന്നില്ല, ആപ്പി പോകുന്നില്ല. അപ്പോൾ ഒരു പപ്പായ മുറിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പപ്പായ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടാണല്ലോ, പെട്ടെന്ന് സെറ്റ് ആയിക്കോളും, മോഷൻ കറക്റ്റ് ആയിക്കോളും എന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യണത്. ഇത് മുറിച്ച് കൊടുക്കാനാണ് ഇപ്പോൾ പറയണത് എല്ലാവരും. ഈ കുട്ടികൾക്കൊരു അസ്വസ്ഥത വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയവരുടെ കാര്യം തീർന്നു, സമാധാനമില്ലല്ലോ. പിന്നെ മുറിച്ചിട്ടുണ്ട്. ഇനി ഈ സാധനം വാവക്കുട്ടി കഴിക്കുമെന്നാണ് സംശയം. കഴിപ്പിക്കേണ്ടി വരും. ചൊത്തനെന്താ കൊണ്ടുവന്നോ? ഓക്കെ അലിയോ? ഇതെപ്പോഴാ ഇത് കഴിക്കുവോ? കൊടല് മറിയൂട്ടോ. അപ്പൊ ശരിയായിട്ട് ചെയ്യണത് കുളിക്കാൻ പറയാ. കുളിപ്പിക്കാനും റെഡിയാണ്. അച്ഛനും വേണമെങ്കിൽ ചെയ്യാൻ, ഞാനും കുളിപ്പിക്കാനും റെഡിയാണ്. 1:30 കഴിക്കണമെന്നുണ്ട്. ഇപ്പൊ കഴിച്ചാ എപ്പോഴാടി കുളിക്കുക? കഴിക്കാനേ ആവും 1 മണിക്കൂർ. തല നനയ്ക്കണം, അതുകൊണ്ട്. അല്ലെങ്കിൽ വേദാനം കൂടി കുളിപ്പിക്കായിരുന്നു. തല വേദാനം എന്താണ്? എന്തിനാ വിളിക്കണേ? എന്ത് കാണിക്കാനാ വിളിക്കണേ? സൂപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ടോ? എവിടെ വരച്ചിട്ട്? ഈശ്വര ചുമന്റെ മുകളിലോ എന്താ കഥ? ഡോറ്
അതാരാ അതാരാ ആ അത് വാവ അത് വാവ അല്ലേ പിന്നെ ഇതെന്തത് ജനല അടിയിലുണ്ടല്ലോ വീടും കൂടും ബസ്സൊക്കെ ഉണ്ടല്ലോ എന്തൊക്കെ ഇത് കടികിടികൾ ചുമല്ലോ എ സി ആണല്ലേ കൊള്ളാം മുത്തുമണിയെ ആണോ ചോദിച്ച ജോബിലേ എന്തൊക്കെ വരച്ചിട്ടാക്കി മുത്തുമണി അച്ഛടാ നമുക്ക് മാമുണ്ടേ മാമുണ്ടേ നമുക്ക് അച്ഛനെ വരക്കേ ഓഹോ വര കഴിഞ്ഞിട്ടില്ലേ എന്തത് അച്ഛൻ്റെ മോന്ത അങ്ങനെ കോയിമുട്ട പോലെ ഇരിക്കണേ വര അച്ഛൻ്റെ മോൻ ഇങ്ങനെ കോയിമുട്ട പോലെ ഇരിക്കണേ ആണോ പക്ഷെ വെട്ടുന്ന വരക്കേ കാണാല്ലേ ആ എന്താണ് അച്ഛൻ്റെ കയ്യിൽ വരല്ലോ ചെടി മറിച്ചിട്ടുണ്ടാ വാ എല്ലാരും താഴെ പോയി നമുക്ക് താഴെ പോവാ വാ ഇന്ന് അമ്മ ചെമ്മീൻ മസാല ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മൂന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ ചെമ്മീൻ മസാല എനിക്ക് ഉണ്ടാക്കാറില്ല അമ്മൂനറിയാം പക്ഷെ ഇപ്പൊ വയ്യല്ലേ ബുദ്ധിമുട്ടല്ലേ ചൂടും കൂടുതലാണ് ഈ സമയത്ത് പ്രഗ്നൻസി സ്റ്റേജിൽ അതുകൊണ്ട് അമ്മ ഉണ്ടാക്കി അമ്മൂൻ്റെ അമ്മ കേട്ടോ എൻ്റെ അമ്മയ്ക്ക് നടക്കലും ഇരിക്കലും ഒക്കെ കണക്കാണ് ഇപ്പോൾ പ്രായമായതുകൊണ്ടേ ഒന്നും ചെയ്യാൻ കാര്യമായിട്ട് വയ്യ ഞാൻ തന്നെയാണ് അല്ലെങ്കിൽ അമ്മൂൻ്റെയാണ് അടുക്കളയിൽ കയറാറ് ചെമ്മീൻ മസാല അമ്മ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ് നല്ല ടേസ്റ്റാണ് ഞാൻ അവിടെ വീട്ടിൽ പോകുമ്പോൾ കഴിക്കാറുള്ള സാധനമാണ് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും 1:45 പപ്പടമുണ്ട് ചെമ്മീൻ മസാല നമ്മുടെ സാമ്പാർ എല്ലാ ഐറ്റംസും ഉണ്ട് ബാക്കിയുള്ളതൊക്കെ അത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് പാക്കുട്ടിയുടെ ഫുഡ് ഇതാ റെഡിയായി കഴിക്കുക ചേത്തുമണി പറ്റില്ല എനിക്ക് കുറച്ച് അറിയാനാണേ എന്താ പറയണെന്നാ കാണാനില്ല അത്രേ ഞാൻ പോയേക്കട്ടെ ഞാൻ വന്നോക്കട്ടെ മോളിൽ കൊണ്ടുവച്ചോ അത്രേ എന്താ അവിടെ കിടന്നങ്ങനെ ഒച്ചട്ടിരിക്കുന്നത് അമ്മേനോട് ദേഷ്യം പിടിയായിരുന്നു എന്തിന് അമ്മ കാണാണേ അമ്മ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുന്നാണ് ഡ്രസ് ഇട്ടിട്ട് വന്നില്ലെങ്കിലേ അമ്മ അയ്യേ അമ്മ അതുകൊണ്ടാക്കി ദേഷ്യം അതിനപ്പോ ചീത്ത പറഞ്ഞത് പറഞ്ഞ തവള തവളയോ എവിടെ തവള തവള ചാടും അപ്പ അമ്മ ചാടി 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 പോവും തവള അമ്മേ തവള അമ്മ തവള 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 ആ അമ്മോ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ടോയെന്നൊരു സംശയം നല്ല സ്മെല്ല് വരുന്നുണ്ട് താഴത്തു നിന്ന് ഞാനിവിടെ കമ്പ്യൂട്ടറിലിരിക്കുകയായിരുന്നു നമ്മുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി നോക്കട്ടെ ഏതുവരെ എത്തി പരിപാടി കഴിഞ്ഞോ സംഭവം സെറ്റായി വെച്ചാൽ എടുത്ത് കഴിച്ചു നോക്കാമല്ലോ ടേസ്റ്റ് ഉണ്ടാവും അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കും ഇതിന് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ചാനലിൽ പോയി നോക്കാം നമുക്ക് കഴിച്ചിട്ട് പറയണം അച്ഛന് ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കണം ഇറക്കി ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമോ അവിടെ ആദ്യം വട്ടെ അടുത്ത ടേസ്റ്റ് നോക്കിക്കോ എങ്ങനെയുണ്ട് പൊളിയാടാ ഒന്നുകൂടെ മൂത്തോട്ടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ കുറച്ച് വെക്കുന്നുണ്ടോ കുറച്ചാ ആവില്ല അത് കറക്റ്റാണ് കഴിച്ചോ ഒരു വേർപ്പാണ് സാധനം ഇട്ടാ ഈ വയ്യ അതിന് മേലെ ഓരോന്ന് വയറിൽ വേറെ ആവുന്നുണ്ട് അത് വേറെ വായിക്കിതില് പുള്ളി അങ്ങനെ അങ്ങോട്ട് ആവുമ്പോണ്ടല്ലോ അതങ്ങോട്ട് എണ്ണ തിരക്കിയാണേ വയറ്റിലേ ഉണ്ടോ കുത്തിയാലും അങ്ങനെ എണ്ണ ആവൂല വന്നിട്ടില്ല ഞാനുണ്ട് കഴിഞ്ഞ ഞാനുണ്ട് ചാലുണ്ടാ
ആ തോട് കടിക്കാൻ വയ്യല്ലേ? ഉള്ളത്തെ എങ്ങനെയുണ്ട്? രസമുണ്ടോ? മധുരം കറക്റ്റാണോ? ഇനി മധുരം ഇടണോ? ഇനി മധുരം വേണ്ട. കറക്റ്റ് എല്ലാ പാകം. ഈ അവസ്ഥയിൽ എങ്ങനെ ഇതുണ്ടാക്കിയേ? ഈ കുന്തം വെച്ച് ഈ ചൂടത്ത് ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്ത് ശർക്കരന്റെ അത്ര യൂസ് ചെയ്തിട്ടില്ല. പ്രാവശ്യം അത്ര ശർക്കര എടുത്തിട്ടില്ല, അച്ഛന് ഷുഗറാ, എനിക്ക് തോന്നിയത്. അതുകൊണ്ട് കുറച്ചതാ. അത് നന്നായി. മധുരം അല്ലെങ്കിൽ ഇപ്പൊ കുറെ കഴിച്ചിട്ട് ഷുഗർ കൂട്ടിയിട്ട് കാര്യമില്ല. അത്ര ഇപ്പൊ ഷുഗർ അധികമായിട്ട് പിന്നെ അധികം കഴിക്കില്ല, അതെ അതെ. അതുകൊണ്ട് കുറച്ചതാ. എന്നാലും ആവശ്യത്തിനുണ്ട്. സർപ്രൈസ്. അയ്യോ ചൊത്തിനാദ്യം, ചൊത്തിന് വാവക്ക ആദ്യം, മൊത്തം വാവയ്ക്ക്. സന്തോഷായോ? അതെ, വാവനെ മോൻ കാണാനില്ല. ബാൽക്കണിയിലുണ്ടാവും. പോവുകയായിരുന്നു. ഇഷ്ടായോ ചോത്തുമണിക്ക്? പറ, അവയ്ക്ക് ഇഷ്ടായോ? എങ്ങനെയുണ്ട്? ചാതുണ്ടോ? ഉണ്ടാ? ചൊത്തനും ഇഷ്ടായ? കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കഴിച്ചില്ല, ഇപ്പൊ കഴിക്കുമ്പോ അമ്മ അതൊക്കെ ഫോളോ ചെയ്യൂല്ലേ? ലമ്മു ആ ചേട്ടൻ കഷന്റെ കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ. വണ്ടി ഇത് വൈക്കോല് കുതിരയാണ്, ഓടൂല, ഒരു ഭാഗത്ത് ഇരിക്കുള്ളൂ. ഡമ്മിയാണ്, ഡമ്മി. വണ്ടി പോണില്ലേ? ഹോംവർക്ക് തീർക്കാന്ന് പറഞ്ഞ തീർത്തോ? ബോംബിട്ടു. പിന്നെ ഹോംവർക്ക് ഹോംവർക്ക് ഇല്ലേ ചെയ്യാൻ? സാറില്ല, നമുക്ക് വേഗം ഹോംവർക്ക് കഴിഞ്ഞ് വേഗം കിടക്കാൻ കേട്ടോ. അങ്ങനെ ഒരുപാട് കാലത്തെ വെള്ളത്തിൽ കൂടെ നീന്തിയുള്ള യാത്രയ്ക്ക് ശേഷം ഈ ഭാഗത്ത് റോഡൊക്കെ വൃത്തിയായി. ഇനി മഴ പെയ്ത് ഈ റോഡൊന്ന് അമുങ്ങണം, താഴെ മീൻസ് ഇരിക്കും. ഈ കല്ലും മണ്ണിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പൊക്കെ പോയി വെള്ളം നനഞ്ഞിട്ട് ഒന്ന് മൊത്തത്തിൽ ഇരിക്കും. അപ്പോൾ നല്ല സൂപ്പറാവും. ഇപ്പം ഇങ്ങനെ കല്ലും മുട്ടിയായിട്ട് കിടക്കണോണ്ടുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ അത് ശരിയാവും. അതാണ് പശുവിന്റെ സ്പെല്ലിങ്. അതാ പശുവിന്റെ സ്പെല്ലിങ്. പശു. COW കൗ. വയ്യ, എന്തെല്ലാം പറയണം ദൈവത്തിന് നിശം. വന്നതല്ലേ ഇപ്പൊ ഇങ്ങോട്ട്? பாய் அந்த பக்கம் திருப்பிட்டீங்களா? ஹலோ ഹലോ റൈറ്റ്. ആഹാ, ഷൂട്ട് ചെയ്ത് വണ്ടി വന്നല്ലോ, സന്തോഷമായല്ലോ. വീട് വരെ വന്നു കണ്ടോ? നീ ആവശ്യമുള്ള ആയ കേൾക്കണം വരുന്നുണ്ടല്ലോ അല്ലേ ഏട്ടാ? എന്താ ഇവിടെ വരാത്ത? അത് സാരമില്ല, വന്ന് തിരിക്കാൻ പറ്റില്ലല്ലോ അവർക്ക്. ഇവിടെ വരാല്ലോ, അതിനുള്ള കഷ്ടപ്പെട്ടിട്ടത്. നിങ്ങൾ കാല് വെക്കുമ്പോ നോക്കണട്ടാ, കുട്ടിയാട്ടാ. രണ്ടോ മൂന്നോ പേര് ആൾക്കാർ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എല്ലാവരുടെ അടുത്തും ഇപ്പൊ കച്ചറ ഉണ്ടാക്കാൻ പറ്റുമോ? അതാണ് ഞാനും കത്തരത്തിൽ നിൽക്കണ്ട, എൻ്റെ വാക്കും അറിയാം. വന്നാലും എല്ലാവരും അവിടെ നിന്നിട്ട് ഇവിടെ നിന്നിട്ട് കൂടി വാതിൻ്റെ ഉള്ളിൽ കൂടി ഇരിക്കുമ്പോ നോക്കന്നെ മഴയൊന്നുമില്ല മുത്തേ, എന്താ അത്? മഴയില്ല. കത്തര കൂടിയാലും ആൾക്കാർ വന്ന് നോക്കാം. അവിടെ എത്ര വീട്ടിലെ ആള് വന്ന് നിന്നിരുന്നറിയാം. നമ്മളെന്ത് ചെയ്യാനാ? അതെന്ന് പറഞ്ഞൊന്ന് മുണ്ടണ്ടെച്ചിങ്ങോട്ട് പോരാന്ന് പറഞ്ഞു. ഞാൻ കാര്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ കാര്യം പറഞ്ഞിട്ടല്ലോ, വഴക്കിനൊന്നും നിന്നിട്ടില്ല. മഴ ഒക്ടോബർ മാസം തുടങ്ങും. അവിടെ റോഡിന്റെ പ്രശ്നമാണ്. ബാക്കിയുള്ളവരൊക്കെ അവിടെ കൂടി നീന്തിയിരുന്നു. ഇവരെല്ലാവരും കൂടി ചേർന്ന് നിന്നിട്ടാണ് ആ മണ്ണിടുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. ഏകദേശം ആ പണി തീരുന്ന 1 മണിക്കൂർ നേരം അവരവിടെ തന്നെ ഉണ്ടായിരുന്നു. അവരെന്നെ തിരിച്ചു വന്നിട്ട് നമ്മളെ കോർണർ ചെയ്യാണ്. എങ്ങനെയുണ്ട്?
ഈ അങ്ങോട്ട് ഇങ്ങോട്ട് ചാടുന്ന അറിയില്ലേ, ഈ പൊളിറ്റിക്സിൽ മറുകണ്ഠം ചാടുക എന്നൊക്കെ പറഞ്ഞ പോലെ ഇമാതിരി ഒരു പരിപാടിയാണ് ഇപ്പോൾ ചെയ്തത്. അവരിവിടെ കൂടെ ഉണ്ടായിരുന്നതാണ് ഈ പണി തീരുന്നവരെ. അപ്പോൾ അവർക്കത് പറഞ്ഞ് ജീവിക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. ഇപ്പം ഞങ്ങളെ തലയിലിട്ടിട്ട് അവരൊക്കെ ഇപ്പം മാന്യന്മാർ, ഡീസൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഞങ്ങൾ മാത്രം ഇത് ഞങ്ങളെ ഇഷ്ടത്തിന് ചെയ്തു. അവരിവിടെ കൂടെ നിന്നവരാണ്. പൈസ മുടക്കിയത് മൊത്തം അച്ഛനാണ്. ബാക്കിയുള്ളവരൊക്കെ നോക്കി നിൽക്കാനേ വന്നിട്ടുള്ളൂ. അവർക്ക് വേണ്ട പോലെ ചെയ്യിക്കായിരുന്നില്ലേ, അത് ചെയ്യിച്ചിട്ടില്ല. അവർക്ക് ഇപ്പോൾ വന്നിട്ട് തലേ കയറാനും ബഹളം വയ്ക്കാനും. തമിഴ്നാട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പൊതുവെ ഒരു ഐഡിയ ഉണ്ടല്ലോ, അത് ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് കാണുമ്പോൾ കൂടുതൽ മനസ്സിലാവും. നല്ലവരുണ്ട്, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളും ഉണ്ട്. എല്ലാ നാട്ടിലുള്ള പോലെ തന്നെ ഇവിടെ കുറച്ച് കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്താ പറയുക, ലിറ്ററസിയുടെ പ്രശ്നങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. വേണ്ട പോലെ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഇത് പഠിച്ച ആൾക്കാരാണ് ഇവിടെ കാണിക്കുന്നത്. ഗവൺമെന്റ് സർവീസാ, വൈഫ് സെൻട്രൽ ഗവൺമെന്റ് ടീച്ചറാണ് ഹയർ സെക്കൻഡറിയിൽ. പഠിച്ച ആൾക്കാരെ ഇങ്ങനെ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാനാ? അപ്പോൾ പിന്നെ സാധാരണക്കാരെ കാര്യം പറയണോ അല്ലേ? ലിറ്ററസി ഒക്കെ നല്ല പഠിച്ചത് തന്നെയാ. രണ്ടും ഗവൺമെന്റ് സർവീസ്, ഹസ്ബൻഡും വൈഫും. എന്നിട്ട് എന്തെങ്കിലും വൃത്തികേടായിട്ട് വരുന്നത് എങ്ങനെയൊക്കെയാ വായിന്ന് വരുന്നേ? മാന്യതാന്ന് പൈത്യക്കാരനൊക്കെ ആ വല്ലാതെ കഷ്ടമായി പോയിട്ട്. ഒരു കൾച്ചർ എന്ന് പറയുന്നത് ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം നമ്മൾ അവിടുന്ന് ആ ചളിവെള്ളം ഇതും വെച്ച് കല്ലും ഇതായിട്ട് തന്നെ വന്നിരുന്നില്ല. ഒരാൾക്ക് ഇവിടെ സൊല്യൂഷൻ വേണ്ട, ആർക്കും തോന്നില്ലല്ലോ ഒന്നും ചെയ്യാൻ. നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അപ്പയ്ക്ക് പ്രശ്നമായി. നമ്മൾ ചെയ്തത് നല്ല കാര്യം തന്നെയല്ലേ, റോഡ് നന്നാക്കിയതല്ലേ. 4 വട്ടം പോകുമ്പോഴേക്കും ആ റോഡ് അങ്ങ് നന്നാവും. കല്ലും മുട്ടിയൊക്കെ ഒന്ന് നിരന്ന് ലെവലാവും. അപ്പോൾ ഒന്ന് പൊന്തി കിടക്കും ഇട്ട ഉടനെ. 2 വട്ടം പോകുന്ന സമയത്ത് അതൊന്ന് അമങ്ങി ഒരു മഴ പെയ്യുമ്പോഴേക്കും സംഭവം സെറ്റ് ആയിട്ടുണ്ടാവും. മഴക്കാലമാണ് ഇപ്പോൾ അത്. എനിവേ അച്ഛനും അമ്മയൊക്കെ പോയി അവിടെ എത്താറായിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഡിന്നർ നടന്നുകൊണ്ടിരിക്കുകയാണ്, ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് ഈ വ്ളോഗ് ഇനി വലിച്ചു നീട്ടുന്നില്ല. ഇന്നത്തെ വ്ളോഗ് അത് അവിടെ എൻഡ് ചെയ്യാണ്. വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.